എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആകാത്തത്? അതെന്തുകൊണ്ടാണ് ഫെയിലായി പോകുന്നത്? നമ്മളെല്ലാവരും ഓരോരോ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അതെല്ലാം നടക്കാൻ വേണ്ടി നമ്മൾ ഓരോരോ ടെക്നിക്സും എല്ലാം യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അടിക്കടി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഫെയിലായി പോകുന്നത്? അപ്പോൾ നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് മജീഷ്യൻ റിവേഴ്സ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ കട്ടായിട്ട് തീരുമാനിക്കണം. നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്. അതിൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ വിഷൻ വേണം. ക്ലിയർ വിഷൻ ആണെങ്കിൽ മാത്രമേ അത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റൂ. എന്നാൽ നിങ്ങൾ അതിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലോ, സാറിന് എല്ലാവരും വിചാരിക്കല്ലേ എനിക്കൊരു നല്ല റിലേഷൻഷിപ്പ് വേണം. അപ്പോൾ എന്താണ് ഇത്രയാണ് അവർ ചിന്തിക്കുള്ളൂ, എനിക്കൊരു നല്ല റിലേഷൻഷിപ്പ് വേണം, എനിക്കൊരു ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടുന്ന വ്യക്തി എങ്ങനെയുള്ള ആളായിരിക്കണം? അവരുടെ ലുക്ക്, അവരുടെ ക്വാളിറ്റീസ്, അല്ലെങ്കിൽ അവർ നിങ്ങളോട് പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതി, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മളുടെ ഉള്ളിൽ ക്ലിയർ ആയിട്ടൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ തോട്ട്സാണ് നിങ്ങളുടെ റിയാലിറ്റിയായി മാറുന്നതെന്ന്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്തെങ്കിലും, ഇപ്പോൾ നമ്മളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ, ഒരു ജോബോ റിലേഷൻ വെൽത്ത് എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കത് കിട്ടുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ എന്തായിരിക്കും, എനിക്കത് വേണം എന്നുള്ളൊരു ചിന്തയോടു കൂടിയായിരിക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അല്ലേ? അതായത് അപ്പം നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുകയാണ്, യൂണിവേഴ്സ് എനിക്കത് വേണം, എനിക്കത് കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, അതെനിക്ക് കിട്ടിയേ തീരൂ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളൊരു നീഡി എനർജി യൂണിവേഴ്സിന് കൊടുക്കുകയാണ്. അപ്പം ശരിക്കും അങ്ങനത്തെ ഒരു എനർജി ആകുമ്പോൾ ആ മാനിഫെസ്റ്റേഷൻ എന്താ സംഭവിക്കാന്നറിയാം, നമ്മളിൽ നിന്നും വീണ്ടും വീണ്ടും അത് അകന്നു പോകും. അപ്പം നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഒരു ഇല്ലായ്മയുടെ എനർജിയിൽ നിന്നാണോ അതോ ഒരു അബണ്ടൻസിൻ്റെ എനർജിയിൽ നിന്നാണോ എന്നുള്ളത്. അയ്യോ എനിക്കതില്ലല്ലോ, അതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് കേട്ടോ. ജോബ് ആയിക്കോട്ടെ, റിലേഷൻ ആയിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും വസ്തു ആയിക്കോട്ടെ. അപ്പം നിങ്ങൾ ചിന്തിക്കുകയാണ്, അയ്യോ എനിക്കതില്ലല്ലോ, എനിക്കത് കിട്ടിയേ തീരൂ, അതെനിക്കിനി കിട്ടിയില്ലെങ്കിൽ ഞാൻ തകർന്ന് തരിപ്പണമായി പോവും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അല്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്കത് കിട്ടിയേ തീരൂ, ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആണോ നിങ്ങൾക്കെന്ന് നിങ്ങൾ നോക്കുക. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ശരിക്കും ഈ ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്നിട്ടാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിൽ വീണ്ടും വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും എനിക്കത് എന്താണ് കിട്ടാത്തതെന്ന് പാനിക് ആക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്കത് കിട്ടിയില്ലോ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് അല്ലേ വരിക. അപ്പോൾ പിന്നെ വീണ്ടും അത് ഇല്ല എന്നുള്ളൊരു വൈബ്രേഷൻ അല്ലേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എങ്ങനെ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും? അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇത് കണ്ടോ, ജഡ്ജ്മെൻറ്റ്. ഇത് നിങ്ങളുടെ ഒരു വേക്കപ്പ് കോളായിട്ട് നിങ്ങൾ കരുതണം. അതായത് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് മാനിഫെസ്റ്റേഷനിൽ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായിരിക്കണം, എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ പറയും നിങ്ങളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻ മാനിഫെസ്റ്റ് ചെയ്തു, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു ഓൺ ആൻഡ് ഓഫ് ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഞാനൊരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് എന്താണ് ഇങ്ങനെ കിട്ടിയതെന്ന് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കൂ. എന്താണ് നിങ്ങൾ എക്സാക്റ്റ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കാത്തതെന്ന്? എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്
ഈ റിലേഷൻഷിപ്പ് ഒരു ഗീവ് ആൻഡ് ടേക്ക് ആയിരിക്കണം. ആ വ്യക്തി നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ രണ്ടുപേരുടെയുമാണ് പറയുന്നത്. ആ വ്യക്തിയുടെ മാത്രമല്ല പറയുന്നത്. നിങ്ങളുടെ ഏത് അവസ്ഥയിലും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. നിങ്ങൾ ഇമോഷണലി 100% അല്ലാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾക്കൊരു സ്പേസ് തരുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്ലിയറായി നിങ്ങളുടെ മൈൻഡിൽ കാണാൻ കഴിയണം. അതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു കമ്മിറ്റഡ് പേഴ്സൺ വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്. എന്ത് തരത്തിലുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? ഇവിടെയാണ് എല്ലാവർക്കും തെറ്റ് പറ്റുന്നത്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അതിൽ വളരെ വളരെ സ്പെസിഫിക് ആയിരിക്കണം. ഒരുപാട് ആളുകൾ ഇങ്ങനെ നെഗറ്റീവ് റിലേഷൻഷിപ്പിലൊക്കെ പെട്ടു പോകുന്നുണ്ടല്ലേ? എന്തുകൊണ്ടാണ് അവർക്കൊക്കെ അങ്ങനെ സംഭവിച്ചതെന്നറിയോ? അവർക്കറിയില്ല എന്താണ് ശരിക്കും അവരുടെ ലൈഫിൽ വേണ്ടതെന്ന്. അവർക്കൊരു ക്ലിയർ വിഷൻ ഉണ്ടാവില്ല. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന തെറ്റുകളാണ്. അത് ആരുടെയും ഒരു കുറ്റമൊന്നുമല്ല. നമ്മുടെ പേരൻസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നോ ഒക്കെ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും, നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ. അതൊക്കെ നമ്മോടൊപ്പം വളരുകയും ചെയ്യും. അതൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും. നമ്മുടെ മനസ്സിലെ ആ നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് എനർജിയും ഒക്കെ കൊണ്ട് അതേ വൈബിലുള്ള ആളുകളെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കും. അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങളിലേക്ക് എന്നും പ്രോബ്ലംസ് ആയിരിക്കുകയും ചെയ്യും. അതാണ് ഈ ചില വ്യക്തികളുടെ ലൈഫിൽ ഇങ്ങനത്തെ നെഗറ്റീവ് ആളുകൾ വരുന്നത്. ശരിക്കും അവരുടെ ആ നെഗറ്റീവ് എനർജി കൊണ്ട് അവർ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നതാണത്. ഇപ്പോൾ ഇവിടെ 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ടോ? യൂണിവേഴ്സ് നിങ്ങൾക്ക് സന്തോഷം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം മണി, എന്താ പറയണേ, കരിയർ, അങ്ങനെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. പക്ഷെ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, സമൃദ്ധിയുടെ മൈൻഡ് സെറ്റിൽ നിന്നാണോ ദാരിദ്ര്യത്തിൻ്റെ മൈൻഡ് സെറ്റിൽ നിന്നാണോ എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ യാഥാർത്ഥ്യമായി മാറുന്നത് എന്നുള്ള കാര്യം. അപ്പം നമ്മുടെ ചിന്തകളിൽ നെഗറ്റീവ് കാര്യങ്ങൾ വരാതിരിക്കുവാൻ മാക്സിമം നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും മനുഷ്യരാണല്ലേ, നമുക്ക് നെഗറ്റീവ് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. അതായത് മനഃപൂർവ്വമല്ല, പക്ഷെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ആ നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത്, ഇത് നെഗറ്റീവ് ചിന്തകളാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് പകരം പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാൻ നമുക്ക് ശ്രമിക്കാമല്ലോ. അത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമല്ലേ? അപ്പം നിങ്ങളുടെ മനസ്സിൽ വരുന്ന അടുത്ത ചോദ്യം എന്തായി? എൻ്റെ ഈ തകർന്ന തരിപ്പണമായ അവസ്ഥയെ ഞാൻ എങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം, അല്ലേ? നിങ്ങളുടെ ചോദ്യം 100% കറക്റ്റാണ്. ബട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും 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 ചിന്തിച്ചിട്ട് നമുക്ക് എന്താണ് കിട്ടാനുള്ളത്? നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല. വീണ്ടും 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 നമ്മൾ സങ്കടപ്പെടാം എന്നല്ലാതെ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും അട്രാക്റ്റ് ചെയ്യാം എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അനുഭവത്തിൽ നിന്നും തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ വീണ്ടും 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 ചിന്തിച്ച് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ്, അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ നെഗറ്റീവാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ നെഗറ്റീവ് തോട്ട് വന്നിട്ടായിരിക്കുമല്ലോ സങ്കടപ്പെടുന്നത്. അതിൻ്റെ നെഗറ്റീവ് ഓർത്തിട്ടല്ലേ നമ്മൾ വിഷമിക്കുക. അപ്പം എന്താ ചെയ്യുക? നമ്മൾ ആ ടൈമിൽ തന്നെ ആ സംഭവത്തെ, ഇപ്പോൾ അതൊരു നെഗറ്റീവായപ്പോൾ നമുക്ക് വിഷമം വന്നു, അപ്പോൾ അത് പോസിറ്റീവായാൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. അതായത് നമ്മൾ അതിനെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് അതിനെ മാറ്റി ചിന്തിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് ചെറിയൊരു സമാധാനം കിട്ടുന്ന പോലെ തോന്നുന്നില്ലേ? ഒരു സമാധാനം സന്തോഷമൊക്കെ കിട്ടുന്ന പോലെ തോന്നില്ലേ? എങ്കിൽ സ്ഥിരമായി അങ്ങനെ ചിന്തിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സമാധാനവും സന്തോഷവും കിട്ടത്തില്ലേ?
അത് നിങ്ങളുടെ ലൈഫിലെ റിയാലിറ്റി ആക്കി നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. അപ്പം നിങ്ങളുടെ അടുത്ത ചോദ്യം വീണ്ടും വരും, ഞങ്ങൾ ഒരുപാട് ടെക്നിക്സ് ചെയ്തു, ഞങ്ങൾക്ക് അതൊന്നും വർക്കായില്ല എന്നൊക്കെ. ടെക്നിക്സ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വിശ്വാസമാണ്. അതായത് അസാധ്യമായത് സാധ്യമാകുമെന്നുള്ള ഒരു വിശ്വാസം, അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും വർക്കാവും. ഇതൊക്കെ ഞാനും ഒക്കെ ടെക്നിക്സ് ഒക്കെ ചെയ്ത് നോക്കി വർക്കായിട്ടുള്ള ഒരാളാണ് കേട്ടോ. എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ നന്നായിട്ട് വർക്കായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഞാനും നിങ്ങളുടേത് പോലെ ആദ്യം വിശ്വാസമൊന്നും ഇല്ലാതെ നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. സോറി, ഞാനൊരു കോമൺ ആയിട്ടുള്ള കാര്യം പറയണതാണ്. അപ്പോൾ ഈ നെഗറ്റീവിൽ നിന്നുകൊണ്ട് ഒരുപാട് ടെക്നിക്സ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും തന്നെ വർക്കായിട്ടില്ല. പിന്നീടാണ് നമ്മളുടെ ആ ഒരു എനർജി പോസിറ്റീവിലേക്ക് ആക്കി മാറ്റുകയും നമ്മുടെ തോട്ട്സിനെ മാറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈഫിൽ അതിൻ്റെതായ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണിത്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു സന്ദേശമാണിത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യണം, ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ്. ആ ഡിവൈൻ ടൈം ആകുമ്പോൾ ദൈവം നിങ്ങളിലേക്ക് അതെല്ലാം എത്തിച്ചു തരും. ഇവിടെ 7 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ റിസൻമെൻസും നിങ്ങളുടെ പേടി, ഭയം, ടെൻഷൻ എല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുക. കാരണം നിങ്ങളുടെ ബിലീവ് സിസ്റ്റമായിട്ട് നിങ്ങളൊരു ഫൈറ്റിലാണിപ്പോൾ. അത് നിങ്ങൾ എന്തായാലും ഉപേക്ഷിച്ചേ മതിയാവൂ. എനിക്കത് കിട്ടാൻ അർഹതയില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ട്, അതെടുത്ത് കളയൂ. എങ്ങനെ എനിക്കിത് കിട്ടുമെന്നുള്ള ചോദ്യമില്ലേ, അതും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഞാനിത് കിട്ടുവാൻ, അല്ലെങ്കിൽ എനിക്കിത് ലഭിക്കുവാൻ അർഹയാണ്, എനിക്കിത് കിട്ടും, എൻ്റെ യൂണിവേഴ്സ് എനിക്ക് എന്തായാലും ഇത് എത്തിച്ചു തരുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ എനിക്കിതെങ്ങനെ കിട്ടുമെന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അത് ഒരു സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നുന്നത്. കാരണം ഒരു പോസിബിലിറ്റി ഇല്ലാത്തൊരു കാര്യം വിശ്വസിക്കാൻ ആർക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ചുറ്റിനും നോക്കുമ്പോൾ നമ്മൾക്ക് കിട്ടാനൊരു സാധ്യതയില്ല എന്നോ നമ്മൾക്ക് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോടു കൂടി ആയിരിക്കാൻ ശ്രമിച്ചാൽ എന്തായാലും ഈ യൂണിവേഴ്സ് നമുക്കത് നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും.